ഹലോ യൂട്യൂബ് ഫാമിലി, കുറച്ച് ദിവസമായല്ലേ കണ്ടിട്ട്. എനിക്ക് എനർജി ഓക്കെ ആയിരിക്കുമ്പോഴാണ് ഞാൻ മെസ്സേജ് ചെയ്യുന്നതും ഇതൊക്കെ ഇടുന്നത് കേട്ടോ. എനർജി ഓക്കെ അല്ലെങ്കിൽ റീഡിങ് കറക്റ്റായിട്ട് വരില്ല. ഇനി റീഡിങ്ങിന് പോകുന്ന കുറച്ച് പേർക്കുള്ള ഒരു ഗൈഡൻസ് തരാനായിട്ട് വന്നതാണ്. നിങ്ങൾ ഈ ടാരറ്റ് റീഡിങ്സ് ചെയ്യില്ലേ? ടാരറ്റ് റീഡിങ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റീഡിങ് നിങ്ങൾക്ക് നന്നായിട്ട് കിട്ടും. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ റീഡിങ് എടുക്കുന്നതിന് ഒരു 10 മിനിറ്റ്സ്, ഓക്കെ, 10 to 15 മിനിറ്റ്സ് മുമ്പായിട്ട് ചെറിയതായിട്ടൊന്ന് മെഡിറ്റേഷൻ ചെയ്യാം. മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ വലിയ മന്ത്രജപങ്ങളോ പ്രാർത്ഥനകളോ ഒന്നും വേണ്ട. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രീതിങ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇത് നിങ്ങളൊരു 20-30 ടൈംസ് ഒക്കെ റിപ്പീറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത് നിങ്ങളുടെ എനർജി ഒന്ന് കാമാക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും. രണ്ടാമത്തെ കാര്യം, ആരോടും ആർഗ്യുമെന്റ്സ് ചെയ്യാൻ പാടില്ല. തർക്കിക്കാനോ വഴക്കിടാനോ പാടില്ല. 2, 3, നിങ്ങൾ റീഡ് ചെയ്യുന്നത് മാക്സിമം പ്രൈവസിയിൽ ചെയ്യാം. മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നതോ, നിങ്ങളുടെ ഇഷ്യൂസ്, മിക്കവരും പ്രശ്നങ്ങളുള്ളവരാണല്ലേ റീഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്യൂസ് നിങ്ങൾ ഷെയർ ചെയ്യാണ്ടിരിക്കുക മാക്സിമം. എല്ലാം ഉള്ളിലൊതുക്കി വിങ്ങിപ്പൊട്ടണം അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നിങ്ങളുടെ ഇഷ്യൂസ് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ആ ഷെയർ ചെയ്യുന്ന ആള് നെഗറ്റീവ് വൈബ്രേഷൻ ഉള്ള ആളാണെങ്കിൽ, ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു കൂട്ടുകാരിയോട് പറയുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയോടോ ആരോടെങ്കിലുമൊക്കെ പറയും, അത് കേൾക്കുന്ന ആൾ അയ്യോ ഇവൻ ഇങ്ങനെ സംഭവിച്ചല്ലോ, അല്ലെങ്കിൽ ഇവൾക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ, എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഇഷ്യൂസ് നിങ്ങൾക്ക് കൂടുതൽ പ്രോബ്ലമിലേക്ക് പോകുന്നത് കാണാനായിട്ട് പറ്റും കേട്ടോ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് ഇഷ്യൂ ഉള്ളപ്പോൾ, പ്രശ്നങ്ങൾ മറ്റൊരു ആളോട് പറയുമ്പോൾ അതൊരു ആശ്വാസമായിരിക്കാം, താൽക്കാലിക ആശ്വാസം മാത്രമാണ്. കുറച്ച് കഴിഞ്ഞ് തല്ലിപ്പിരിഞ്ഞ് കിട്ടും. ഒന്നെങ്കിൽ അവർ തേർഡ് പാർട്ടി ആയിട്ട് മാറും, ഇല്ലെങ്കിൽ അവരത് മാനിഫെസ്റ്റ് ചെയ്ത് പ്രശ്നത്തിലേക്ക് കൊണ്ടുവരും. ഇതെല്ലാവരോടും അല്ല കേട്ടോ. ചില ആൾക്കാരുടെ വൈബ്രേഷൻ വളരെയധികം നെഗറ്റീവാണ്. പാവ ആൾക്കാരായിരിക്കും പെട്ടെന്ന് സെൻസിറ്റീവ് ആകുക, പെട്ടെന്ന് നെഗറ്റീവായിട്ട് പോവുക. ഇങ്ങനെയുള്ള വൈബ്രേഷൻസ് ഉള്ളവരോട് നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്താൽ നമുക്ക് ഇഷ്യൂസ് ഉണ്ടാവും. ഓക്കെ, ഇത് ഒന്ന് ശ്രദ്ധിക്കാം. അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ റീഡിങ് നിങ്ങൾ എടുത്തു, ഓക്കെ, ഒരു ടാരറ്റ് റീഡിങ്ങിൻ്റെ റീഡറിൻ്റെ അടുത്തുനിന്ന് നിങ്ങൾ റീഡിങ് എടുത്തതിന് ശേഷം ഒരു 2 വീക്സ്, 14 to 15 ഡേയ്സ് കേട്ടോ, 14 മുതൽ 15 ദിവസം വരെ നിങ്ങൾ ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത റീഡിങ്ങിലേക്ക് പോവുക. ബിക്കോസ് ഇന്ന് നിങ്ങളൊരു റീഡിങ് എടുത്തു, ഇനി നാളെ അടുത്ത റീഡിങ് എടുക്കുമ്പോൾ സെയിം എനർജി ആയിരിക്കും വരിക. അപ്പോൾ എന്താണ്, പ്രത്യേകിച്ച് ഒരാൾക്ക് മാറ്റം ഉണ്ടാവില്ല. പക്ഷെ ടാരറ്റ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡിഫറെൻറ്റ് കാർഡ്സ് ആയിരിക്കും വരിക. അപ്പോൾ അങ്ങനെ പല പല കാർഡ്സ് വരുമ്പോൾ നിങ്ങളുടെ ഔട്ട്കം ഡിഫറെൻ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ എന്താണ്, കറക്റ്റ് ആൻസർ വരില്ല. അതിൻ്റെ അർത്ഥം ടാരറ്റ് റോങ് ആണെന്നാണോ? അല്ല, ടാരറ്റ് റോങ് അല്ല. പക്ഷെ നിങ്ങളുടെ ആ ഒരു ടൈം നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഒരു 14 to 15 ഡേയ്സ് അതിന് കൊടുത്താലേ എനർജി വീണ്ടും ക്ലെൻസ് ആവത്തുള്ളൂ. പിന്നെ അർജന്റായിട്ട് നിങ്ങൾക്ക് റീഡിംഗ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറ്റിയും തിരിച്ചൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാരറ്റിനോട് ചോദിക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, നല്ലൊരു ടാരറ്റ് റീഡിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാവും. ടാരറ്റ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾവേസ് എ ഹീലിംഗ് കേട്ടോ. ചില ആൾക്കാർക്ക് റെമഡീസ് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ടാരറ്റ് റീഡിംഗ് എടുക്കുമ്പോൾ തന്നെ ഹീലിംഗ് കിട്ടി എന്ന് പറഞ്ഞിട്ടൊക്കെ വരുന്ന ആൾക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, റീഡിംഗ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ചില ആൾക്കാർ എന്നോട് റീഡിങ്ങിൻ്റെ ബുക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നമ്പർ കൊടുക്കാറുണ്ട് അല്ലേ സ്ക്രീനിൽ. അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കും, ഞാൻ അവൈലബിൾ ആകുന്നവരുണ്ട്, ആകാത്തവരുണ്ട്. ഒരു 100 പേര് അയച്ചാൽ അതിനകത്ത് 20 പേർക്കാണ് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുക. ബിക്കോസ് ഞാൻ എന്നും അവൈലബിൾ ആവുന്ന ആളാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഞാൻ ഇടയ്ക്ക് മാത്രം അവൈലബിൾ ആവുന്ന ആളാണ്. ആ സമയത്താണ് ഞാൻ വീഡിയോസ് ഇടുന്നതും റിപ്ലൈ തരുന്നതും. അപ്പോൾ മിക്കവരുടെ ഈ റീഡിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഡിസപ്പിയറിങ് മെസ്സേജസ് ഓൺ ആക്കിയിടും. എൻ്റെതൊക്കെ 30 to 90 ഡേയ്സ് ഓഫായിരിക്കും. ഡിസപ്പിയറിങ് മെസ്സേജസ് ഓൺ ആക്കിയാൽ നിങ്ങൾ അയച്ച മെസ്സേജ് ഞാൻ കാണുമ്പോഴത്തേക്ക് എനിക്കൊന്നും കാണാൻ പറ്റില്ല.
അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റേഴ്സിൽ നിങ്ങൾ അതൊന്ന് ഓഫ് ചെയ്തിടുക കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലും ഞാൻ കാണുമ്പോൾ എനിക്ക് എന്താ മെസ്സേജ് എന്ന് കാണാനായിട്ട് സാധിക്കും. പിന്നെ ചില ആൾക്കാർ പറയാറുണ്ട്, മാഡം നമ്പറൊക്കെ കൊടുത്തിട്ട് ഞാൻ ടെക്സ്റ്റ് ചെയ്തു, ഞാൻ വിളിച്ചു, കുറേ ട്രൈ ചെയ്തു, എനിക്ക് റിപ്ലൈ ഒന്നും കിട്ടിയില്ല, ഞാൻ ഓർത്തു. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞാണ്, ഞാൻ ഓർത്തു എന്താണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന്. എന്താ ചെയ്യുക, ഞാനൊരു മനുഷ്യനല്ലേ. ഒരു മനുഷ്യനെന്ന് പറയുമ്പോൾ ഒരു ദിവസം അവർക്ക് റിപ്ലൈ കൊടുക്കുന്നതിന് ഒരുപാട് ലിമിറ്റ്സ് ഉണ്ട്. എത്ര പേർക്ക് ഞാൻ മറുപടി കൊടുക്കും? എനിക്കിവിടെ ഹെൽപ്പറൊന്നുമില്ല കേട്ടോ, ഞാൻ ഒരാളേ ഉള്ളൂ. ബിക്കോസ് ഹെൽപ്പറെ വെച്ചിട്ട് കാര്യമില്ല. ഇത് പ്രൈവറ്റ് ഇഷ്യൂസ് ആണ് ആൾക്കാർ പറയുന്നത്. മിക്ക കേസുകളും മറ്റൊരാളോട് ഷെയർ ആക്കില്ല. അതുകൊണ്ടാണ് എൻ്റെ ഒരു ടാരറ്റ് റീഡിങ് എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ടാരറ്റ് ഫസ്റ്റ് റീഡ് ചെയ്തത്, ഓക്കെ, ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിലും, അതായത് ഇതിൻ്റെ വെറുതെ അല്ല കേട്ടോ, ഇതിൻ്റെ ഡിപ്ലോമയും മാസ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ റീഡിങ് ഒരാളുടെ അടുത്തുനിന്ന് എടുത്തതിൻ്റെ ലൈഫിൽ ഒറ്റ വട്ടേ എടുത്തിട്ടുള്ളൂ. അത് അർച്ചന തവര എന്ന് പറഞ്ഞിട്ടൊരു റീഡറായിരുന്നു കേട്ടോ. അവരുടെ റീഡിംഗ് ആണ് ഞാൻ എടുത്തത്. അപ്പോൾ അവരുടെ റീഡിംഗ് എന്ന് വെച്ചാൽ പെർ അവർ 15,000 രൂപയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊരു പോസ്റ്റ് കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത്. അതായത് ഒരു സ്ത്രീ അതിൻ്റെ അകത്ത് അഡ്വർടൈസ് ചെയ്തിരിക്കുകയാണ്, 500 രൂപ വാങ്ങി ടാരറ്റ് റീഡ് ചെയ്ത് തരുന്ന ഒരാളുണ്ട്, 5,000 രൂപ പൈസ ഫീസ് വാങ്ങിയിട്ട് ടാരറ്റ് റീഡിങ് ചെയ്യുന്ന ഒരാളുണ്ട്. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാവോ എന്ന് ചോദിച്ചു. അവർ അഡ്വർടൈസ്മെന്റ് ആണ് കേട്ടോ, ഞാൻ കാണുകയാണിത്. ഇപ്പം ഞാനൊരു പനിയാണ് കേട്ടോ, ഞാനൊരു റീഡറാണ്, ഞാനിരുന്നത് കാണുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ് വ്യത്യാസം? ഞാനിതിൽ ഏതാണ്? ഞാൻ ഹാഫ് ആൻ അവർ 500 വാങ്ങിക്കുന്ന ആളാണ്. 500 ആയിരുന്നില്ല, ഫീസ് കൂടുതലായിരുന്നു, ഞാൻ കുറച്ചതാണ്. ബിക്കോസ് സാധാരണക്കാർക്ക് അല്ലെങ്കിൽ എന്നിലേക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അത് കേൾക്കുകയാണ്. അപ്പം അതിൽ പറയാണ്, 500 വാങ്ങിക്കുന്ന ആളാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു കാർഡ് കാണിച്ചു, എന്നിട്ട് പറഞ്ഞു, ഈ കാർഡ് കണ്ടോ, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണ് ലൈഫിൽ വരാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഹാങ്ഡ് മാൻ ആണ് കാണിക്കുന്നത്. ഓക്കെ, ഞാൻ പറയുവാണ്, നിങ്ങളുടെ ലൈഫിൽ ഞാൻ ഒരു സ്റ്റക്കായിട്ടുള്ള സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതവിടെ കഴിഞ്ഞു. പകരം 5,000 വാങ്ങുന്ന റീഡർ ആണെങ്കിൽ പറയും, ഇവിടെ കളേഴ്സ് കാണുന്നുണ്ട്, നമ്പേഴ്സ് ഉണ്ട് കേട്ടോ. ഹാങ്ഡ് മാൻ എന്ന് വെച്ചാൽ നമ്പർ 12 ആണ്. അപ്പോൾ ഇവിടെ 12 എന്ന നമ്പർ ഉണ്ട്. ഓക്കെ, 12ന്റെ നമ്പറിൻ്റെ അർത്ഥം ഇന്നതാണ്. റെഡ് കാണിക്കുന്നുണ്ട്, പാഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ സണ്ണ് വരുന്നുണ്ട്. ഓക്കെ, സംതിങ് ഇസ് ഗുഡ് ഗോയിങ് ടു കം, നിങ്ങളുടെ ലൈഫിൽ ഇന്ന കാര്യമുണ്ട്. ഇങ്ങനെ പറയുന്ന ഒരാളെ അത് കേൾക്കുന്ന ആൾക്ക് ഒരുപാട് ഇഷ്ടമാകും എന്ന് പറഞ്ഞു. ഇതിൽ പ്രത്യേകിച്ച് കളേഴ്സ് ഞാൻ പഠിച്ച സമയത്തൊക്കെ എന്നോട് ആൾക്കാർ വിളിച്ച് യൂട്യൂബിൽ നിന്ന് ചോദിക്കാറുണ്ട്. അതായത് എന്താ പറയുക, എങ്ങനെയാണ്, എവിടെയാണ് പഠിച്ചത്? ഞാൻ പഠിച്ച സ്ഥലത്ത് ഈ കളേഴ്സാണ് എന്നെ പഠിപ്പിച്ചത്. ഒരു കളറ് മാത്രം കൊണ്ട് കാര്യമൊന്നുമില്ല. ഞാൻ റീഡിങ് എടുത്തതിൽ ഇതുവരെ തെറ്റിയിട്ടില്ല. ഞാൻ റീഡിങ് എടുക്കുമ്പോൾ ഒരിക്കലും ഞാൻ ഇതിൻ്റെ അകത്തെ കളർ നോക്കി മാത്രം കാര്യം പറയാറില്ല. കാര്യം ഒന്നാമത്തെ ഒരു കാർഡല്ല നമ്മൾ എടുക്കുന്നത്. ഞാനെന്നൊക്കെ പറഞ്ഞാൽ 20-30 കാർഡ്സ് വരെ എടുത്ത് നോക്കുന്ന റീഡിങ്സ് ഉണ്ട്. നോക്കിയിട്ടുള്ളവർക്ക് അറിയാം അല്ലേ, ഒന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഒരു 10 കാർഡ്സ് ഒക്കെ മിനിമം എടുക്കുന്ന ആളാണ് മിക്കവാറും ഡീറ്റെയിൽഡ് റീഡിങ്ങിൻ്റെ അകത്ത്. അപ്പോൾ ഈ 10 കാർഡ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് അതിൽ എത്ര കളർ ഉണ്ടാവും? ഇതിൽ ഏത് കളറിൻ്റെ മീനിങ് ഞാൻ പറയും? ശരിയല്ലേ? ഇതിൽ ഏത് കളറിൻ്റെ മീനിങ് ഞാൻ പറയാം? 1 കാർഡ് റീഡിങ്ങിൽ ഇത് പോസിബിൾ ആണ്. ഒരുപാട് റീഡിങ്സ് എടുക്കുമ്പോൾ, ഒരുപാട് കാർഡ്സ് എടുക്കുമ്പോൾ കളേഴ്സ് പറയാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ്, ഒരു എക്സ്പേർട്ട് റീഡർ ആണെങ്കിൽ 5,000 വാങ്ങിക്കും, ഒരു നോർമൽ ആയിട്ടുള്ള റീഡർ ആണെങ്കിൽ 500 വാങ്ങിക്കും എന്നൊരു ചിന്താഗതി നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് ഫീൽ ചെയ്തു. അതുകൊണ്ട് പറയാണ്, അങ്ങനെ ഒന്നുമില്ല. ആ കേൾക്കുന്ന കാര്യം അവർ പറയുന്നത് കറക്റ്റാണോ അല്ലയോ എന്ന് നോക്കുക, റെസൊനേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. ദാറ്റ്സ് ഇറ്റ് കേട്ടോ. അത്രയും നിങ്ങൾ ചിന്തിച്ചാൽ മതി. പിന്നെ ഞാൻ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നിങ്ങളൊന്ന് കൂളായിട്ട് റീഡിങ്ങിന് പോവുക. നിങ്ങൾ കുറച്ച് ഫുഡൊക്കെ കഴിക്കുക കേട്ടോ. റീഡിങ്ങിന് പോകുമ്പോൾ വിശന്ന് വയറുമായിട്ടൊന്നും ഇരുന്ന് പോവല്ല. നമ്മൾ ഇതൊക്കെ ഒരു എനർജിയാണ്. നിങ്ങൾക്കറിയാം, ഞാൻ റീഡിങ് ചെയ്യാറുണ്ട്. ഇടയ്ക്ക് കുറച്ച് നേരത്തേക്ക് എന്നെ കാണാറില്ല. ബിക്കോസ് എനിക്ക് വരാത്ത അസുഖമൊന്നുമില്ല. ഞാൻ ഓർത്തത് എനിക്ക് അല്ലെങ്കിൽ ടാരറ്റ്സ് വായിക്കുന്നവർക്ക് മാത്രമാണെന്നാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ് ഞാൻ അറിഞ്ഞു. ഒരു ആസ്ട്രോളജർ അവരോട് ഷെയർ ചെയ്തു പുള്ളിയുടെ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഞങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ
ഞങ്ങൾക്ക് അതിൻ്റെ ഫലങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യുകയാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് എന്ന് പറഞ്ഞു. അത് സത്യമാണ് കേട്ടോ. എനിക്കിപ്പോൾ പനിയാണ്. ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജസ്, ഇപ്പോൾ എനിക്ക് സ്പെൽസ് ഒക്കെ ചെയ്യേണ്ട സമയമാണ്. ഇപ്പോൾ ഒരു മരണം ഉണ്ടായിരുന്നു, എൻ്റെ അമ്മാവൻ മരിച്ചു. അപ്പോൾ അതൊരു ബ്ലോക്കേജ് ആണ്. മിക്കവാറും അവരുടെ ചെയ്യുന്നവരുടെ ബ്ലോക്കേജസ് ആയിരിക്കാം. മേ ബി ഞാൻ ചെയ്യുന്നതിൻ്റെ ബ്ലോക്കേജ് ആവാം. ലൈഫാണ്. ലൈഫ് എപ്പോഴും അടിപൊളി എന്ന് പറഞ്ഞിട്ടിരിക്കാൻ പറ്റില്ല അല്ലേ. ലൈഫിൽ എപ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഞാനൊരു ഹീലറാണ്. ഇത് കണ്ടോ, എനിക്ക് സ്കിന്നിലൊക്കെ ഓരോ ഇൻഫെക്ഷൻസ് വരാറുണ്ട്. അതല്ലെങ്കിൽ എനിക്ക് ഇതുപോലെ പനി, തൊണ്ടവേദന, ജലദോഷം. പനിയും ജലദോഷം മാത്രമല്ല, പല പല ഇൻഫെക്ഷൻസ് അത് ഇതൊക്കെ വരാറുണ്ട്. ഞാൻ ശ്രദ്ധിച്ചു എൻ്റെ വീട്ടുകാരും പറയുന്നത്, ഞാൻ ഈ ഹീലിങ്ങിലേക്ക് വന്നതിന് ശേഷം എനിക്ക് വരാത്ത അസുഖം, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, എനിക്ക് വരാത്ത അസുഖമൊന്നുമില്ല. ഇത് ഞാൻ മറ്റു റീഡേഴ്സ് പറഞ്ഞ് കേട്ടിരുന്നെങ്കിലും ഞാൻ വിശ്വസിച്ചില്ല. ഞാൻ ഓർത്തത് അവർ ചുമ്മാതെ ഡമ്പടിക്കാന്നാണ്. പക്ഷെ എനിക്ക് വന്നപ്പോഴാണ് ഞാനത് മനസ്സിലാക്കുന്നത്. ഇത് മിക്കവാറും ആൾക്കാർ പറയാറില്ല. അതാണ് സത്യം. നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ അത് പറയണ്ടേ അല്ലേ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് എൻ്റെ വീഡിയോസ് കാണാത്തത്. ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് എൻ്റെ മറുപടികൾ വൈകുന്നത്. ദയവ് ചെയ്തത് മനസ്സിലാക്കുക. ഞാൻ ഒരാളേ ഉള്ളൂ, ഒരുപാട് പേർക്ക് മറുപടി കൊടുക്കണം. സെൽഫിഷ് ആവാതെ ഇരിക്കുക, കാത്തിരിക്കുക. എൻ്റെ റീഡിങ് വേണം, എന്നിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കാത്തിരിക്കുക. ശരിയാണ്, നിങ്ങളുടെ പ്രോബ്ലംസ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുക. പക്ഷേ ഉത്കണ്ഠ, ആൻഷൈറ്റി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, ക്ഷമയില്ലായ്മ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. ഈ സാധനം ഇല്ല എന്ന് വെച്ചാൽ ലൈഫിൽ ഒന്നും ഉണ്ടാവില്ല. ഇത് ഏറ്റവും കൂടുതൽ എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്. എൻ്റെ ലൈഫിൽ ക്ഷമയില്ലാതെ ഞാൻ കാട്ടിക്കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ, എനിക്ക് തിക്ത അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെയാണ് ഒരു പക്ഷേ മേ ബി ഞാൻ ഇങ്ങനെ ഒരു പാത സ്വീകരിച്ചത്. മേ ബി എനിക്കിങ്ങനെ ഒരു എനിക്കിങ്ങനെ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് ഒരു ഓപ്പണിങ് കിട്ടിയത് അങ്ങനെയായിരിക്കാം. നല്ലതേതാ ചീത്തതേതാ, കർമ്മം എന്താണ്? കർമ്മം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കർമ്മം ഉണ്ടല്ലോ, ആ കർമ്മം നമ്മൾ ചെയ്താൽ, ചിലർ ചോദിക്കാറുണ്ട് സ്പെൽസ് ചെയ്തതിൻ്റെ ആണോ എന്നറിയില്ല, എനിക്ക് അങ്ങനെ വന്നു ഇങ്ങനെ വന്നു. സ്പെൽസ് എന്ന് വെച്ചാൽ ശരിയാണ്, സ്പെൽസ് കാർമികമായിട്ട് വരാറുണ്ട്. പക്ഷെ എല്ലാ സ്പെൽസും അല്ല. നമ്മൾ ചെയ്യുന്നത് വൈറ്റ് സ്പെൽസ് ആണ്. വൈറ്റ് സ്പെൽസിൽ തന്നെ ഒരാൾക്ക് എന്ത് ചെയ്താലാണ് കർമ്മം എങ്ങനെയാ വരിക എന്ന് മുൻകൂട്ടി റീഡിംഗ് എടുത്ത് നോക്കിയിട്ടാണ് ഞാൻ സ്പെൽസ് ചെയ്തിട്ടുള്ളത്. ഞാൻ റീഡിംഗ് എടുത്ത് നോക്കാതെ സ്പെൽസ് ചെയ്തവരൊക്കെ വിരളമായിരിക്കും, 1-2 പേരൊക്കെ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും ഞാൻ സ്പെൽസ് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ കർമ്മയുടെ കാര്യങ്ങളൊന്നും ഉദിക്കുന്നില്ല. പിന്നെ നിങ്ങൾ ബാഡ് കർമ്മ ചെയ്യുന്നത് ഒരാളെ ഫോഴ്സ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കുമ്പോഴോ ഒക്കെയാണ്, ഒരാളെ ഉപദ്രവിക്കുമ്പോഴാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജെന്യുവിനിറ്റി അറിയാമെങ്കിൽ, നിങ്ങൾ ചെയ്യുന്നൊരു കാര്യം എത്രത്തോളം സിൻസിയർ ആണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് എവിടെയും കർമ്മം വരില്ല. നിങ്ങൾക്ക് നല്ലതേ വരുള്ളൂ. നിങ്ങളെ ഒരാൾ പറ്റിച്ചു, അവർക്ക് കർമ്മം കിട്ടുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. കർമ്മം കിട്ടും, ഒരു സംശയവും വേണ്ട, കർമ്മം കിട്ടും എന്നുള്ളത് ഒരു ഡൗട്ടില്ലാത്തൊരു കാര്യമാണ്. നമ്മളെ ഒരാൾ വേദനിപ്പിച്ചാലുണ്ടല്ലോ, നമ്മുടെ മനസ്സ് നല്ലതാണെങ്കിലുണ്ടല്ലോ, കർമ്മം എന്ന് പറയുന്നൊരു സാധനം അവരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. നോ മാറ്റർ വാട്ട് എവർ, കേട്ടോ, നോ മാറ്റർ എന്താണെങ്കിലും അവർക്കത് അവരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഒരു പക്ഷേ എന്താ പറയുക, ദുഷ്ടനെ പന പോലെ വളർത്തുക എന്നൊക്കെ പറയില്ല. ഒരു പക്ഷേ ദുഷ്ടനെ പന പോലെ ഈശ്വരൻ വളർത്തുന്നുണ്ടാവും. പന പോലെ വളർത്തിയിട്ടുണ്ടല്ലോ, ഒറ്റടിക്കുന്ന പൊക്കത്തുനിന്ന് എടുത്ത് താഴത്തോട്ടൊരിടലുണ്ട്. അതാ പറഞ്ഞത്, മനസ്സിലാക്കുക, മനസ്സിലാക്കി മാത്രം കാര്യങ്ങൾ ചെയ്യുക. ഒരാൾ അടുത്ത ആളെ കുറിച്ചിട്ട് പറയുമ്പോഴൊക്കെയും അല്ലെ, നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ചുറ്റും ഓരോരുത്തരുണ്ടാവും നല്ലത് പറയാനും ചീത്തത് പറയാനൊക്കെ. അപ്പൊ നമ്മളായിട്ട് ഒരാളും പറയുന്നത് കേട്ട് ആരെയും എന്ത് ചെയ്യരുത്, ജഡ്ജ് ചെയ്യാതിരിക്കുക. ഒരാളെ കുറിച്ച് എന്ത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ ഒരാൾക്ക് എന്ത് പ്രവൃത്തി വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ചുറ്റുമുള്ള സമൂഹം എന്ന് പറയുന്നത് കലികാലമാണ്, കലിയുടെ സമയമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ നന്മ ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ തിന്മ ചെയ്യുന്നവരും ഉണ്ട്. നമ്മളതിൽ നന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പോയി പെടുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളായിട്ട് ആരെയും ഉപദ്രവിക്കാതിരിക്കുക. ഞാനതാണ് ചെയ്യുന്നത്. എന്നെ ആരെന്ത് പറഞ്ഞാലും ചെയ്താലും അവർ പറഞ്ഞോട്ടെ, അവർ ചെയ്തോട്ടെ. അവർക്ക് ഈശ്വരൻ കൊടുക്കുന്ന ഒരു കർമ്മം ഉണ്ടല്ലോ, ആ കർമ്മം അവരെ പിന്തുടരും എന്നുള്ളത് എനിക്ക് നല്ല അടിയുറച്ച വിശ്വാസമുണ്ട്. ബിക്കോസ് ഞാൻ അത്രയും യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് ജീവിക്കുന്ന ആളാണ്.
അതുകൊണ്ട് എനിക്ക് നല്ല ട്രസ്റ്റ് ഉണ്ട് അതിനകത്ത്. ഇത് ഇത്രയും പറഞ്ഞു തന്നത് എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ഓരോ നിങ്ങളുടെ തന്നെ ഡൗട്ടുകളാണ്. അപ്പൊ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരൊറ്റ സെഷനിൽ പറഞ്ഞു തന്നു. കാര്യം എന്താണ്, നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ എന്നെ വിളിക്കാൻ പറ്റില്ല അല്ലേ, എല്ലാവർക്കും കൂടെ വിളിക്കാൻ പറ്റത്തില്ല, എല്ലാവർക്കും കൂടെ ടെക്സ്റ്റ് ചെയ്യാൻ എനിക്കും പറ്റുന്നില്ല. നിങ്ങൾ പലരും ടെക്സ്റ്റ് ചെയ്തിട്ട് 1 കൊല്ലം കഴിഞ്ഞ് റീഡിങ്ങിനാണെന്ന് എനിക്കറിയാം, 1 കൊല്ലം കഴിഞ്ഞ് ഒക്കെ എനിക്ക് മറുപടി കൊടുക്കേണ്ട അവസ്ഥകൾ ഉണ്ടാവുമ്പോൾ ആരാന്ന് ചോദിച്ചവരുണ്ട്. നിങ്ങൾ മറന്നു പോകും സ്വാഭാവികമായിട്ടും. കാര്യം എന്താ, എന്റെ റിപ്ലൈ വരുന്നില്ല, മെസ്സേജ് ഡിസപ്പിയർഡ് ആണ്, ആരാന്ന് പോലും അറിയത്തില്ല, മറന്നുപോയി. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്ത് നിങ്ങൾ തന്നെ മറന്നു പോകും. ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ടെക്സ്റ്റ് ചെയ്താൽ അറ്റ്ലീസ്റ്റ് ആ ഡിസപ്പിയറിങ് മെസ്സേജ് ഒന്ന് ടേക്ക് കെയർ ചെയ്ത് ഓഫ് ചെയ്തിടുക. പിന്നെ എൻ്റെന്നല്ല, ഏത് ക്യാരക്ടർ റീഡർ ആണെങ്കിലും കേട്ടോ. ബാക്കിയുള്ളവർ എങ്ങനെയാണ് ഇത്രയും പേർക്ക് മറുപടി കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. ഞാനിപ്പോൾ ഒരു സൈറ്റ് സ്പിരിച്വൽ ഹീലർ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് അനൗൺസ് ചെയ്തിരുന്നു റീസെന്റ് ഞാൻ ലോഞ്ച് ചെയ്യാൻ പോവാണെന്ന്. അവർ പറഞ്ഞത് പ്രോഡക്റ്റ് ബേസ്ഡ് ആണ് അവരുടെ സൈറ്റ്, പക്ഷെ എൻ്റെ സർവീസസ് പ്രോഡക്റ്റ് പോലെ ലിസ്റ്റ് ചെയ്തിട്ട് ചെയ്തു തരാമെന്നാണ് പറഞ്ഞത്. അവര് അത് പറഞ്ഞു. റേസർ പേയിലൊക്കെ റിക്വസ്റ്റ് ചെയ്തു ഞങ്ങൾ, റേസർ പേ അപ്രൂവൽ തന്നില്ല. ആക്ച്വലി സർവീസസ് റേസർ പേ അപ്രൂവൽ ചെയ്യാറില്ല. അവരെന്നെ കൊണ്ട് എന്തിനാണ് അത് ചെയ്യിപ്പിച്ചതെന്ന് എനിക്കറിയില്ല, അത് അവരുടെ മിസ്റ്റേക്കാണ്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതിന് പ്രത്യാഘാതമായിട്ട് എനിക്ക് എന്ത് ചെയ്യാം, സൈറ്റ് അതിലൂടെ പേയ്മെന്റ്സ് ഒന്നും ചെയ്യിക്കാൻ പറ്റുന്നില്ല. പിന്നെയും ട്രൈ ചെയ്യാന്ന് അവർ പറയുന്നുണ്ട്, എനിക്കറിയത്തില്ല എൻ്റെ പൈസ പോയോ ഇല്ലയോ എന്ന്. അവര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മാക്സിമം, പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതുകൊണ്ട് എനിക്കിപ്പോൾ സൈറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. സൈറ്റ് ഓപ്പൺ ചെയ്താലും നിങ്ങളുടെ ഓർഡേഴ്സ് ഞാൻ എടുത്താലും അവിടെയും ഓരോരുത്തരും ഞാൻ ചെയ്ത് വരുമ്പോൾ ഈ ടാരറ്റ് റീഡിങ് സ്പെല്ലെന്നൊക്കെ പറഞ്ഞാലേ എന്താ പറയുക, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടാവും, പക്ഷെ എൻ്റെ എനർജിയാണ് അതിൽ വരുന്നത്. എൻ്റെ എനർജി ഇങ്ങനെ വലിഞ്ഞു പിടിക്കുകയാണ്. മിക്ക ദിവസങ്ങളിലും ഉറക്കം പോലും ഉണ്ടാവാറില്ല. സ്റ്റിൽ ഞാൻ ഈ ഹീലിംഗ് ഫീൽഡിൽ ഇറങ്ങിയ ഒരു വ്യക്തിയാണ്, അതെൻ്റെ പാഷനാണ്. ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും ഞാനത് ചെയ്യും. എനിക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ്. അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാനൊന്നും പോകുന്നില്ല. എനിവേസ്, അതുകൊണ്ട് പറ്റുമ്പോഴൊക്കെ ഞാൻ റീഡിങ്സ് ഇട്ട് തരുന്നുണ്ടാവും. നിങ്ങൾ എനിക്ക് എൻ്റെ റീഡിങ് എടുക്കുന്നവരാണെങ്കിൽ വീണ്ടും വീണ്ടും പറയുകയാണ്, ക്ഷമയുള്ളവർ മാത്രം വരിക, ക്ഷമയില്ലാത്തവർ ക്ഷമയുണ്ടാകുമ്പോൾ വരിക കേട്ടോ. എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ റിപ്ലൈ തരുന്നുണ്ടാവും. പിന്നെ ഇടയ്ക്ക് ലൈവ് സെഷൻസ് ഞാൻ വെച്ചിരുന്നു, അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് തരണമെന്നുണ്ടായി. അതായത് ലൈവ് സെഷൻസിനകത്ത് ഞാൻ നിങ്ങളോട് ദക്ഷിണ വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഫീസ് വാങ്ങിച്ചിട്ടോ ഒന്നും അല്ല സാധാരണയായിട്ടും ലൈവ് സെഷൻസ് ചെയ്യുന്നത്. ഞാൻ അതിൽ പറയാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ലൈവിൽ വരുമ്പോൾ റീഡിങ് എടുക്കുന്ന സമയത്ത് ഓരോരുത്തരായിട്ട് റീഡിങ് എടുക്കും. ഞാൻ അതിൽ മുഴുകി അങ്ങനെ ഇരുന്നിരുന്നിരുന്ന് റീഡ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ദക്ഷിണ തരണം എന്നൊരു കാര്യം ഞാൻ പറയാറില്ല അതിൻ്റെ അകത്ത്. പക്ഷെ ദക്ഷിണ കൊടുക്കാതെ നമ്മൾ ജ്യോതിഷമോ അല്ലെങ്കിൽ അമ്പലങ്ങളിൽ വഴിപാടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റീഡിങ്സ് ഒന്നും എടുക്കാൻ പാടില്ല. ദക്ഷിണ എന്ന് വെച്ചാൽ ഒരു 40 രൂപയോ 50 രൂപയോ എന്തെങ്കിലുമൊക്കെ ആ നോക്കുന്ന ആളുടെ എനർജി നിങ്ങൾ യൂസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള എന്തെങ്കിലും ദക്ഷിണ വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ചെറിയ ദോഷം വരും. ദോഷം എന്താണെന്ന് കുറച്ചുകൂടെ എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞാൽ, നിങ്ങളുടെ ജൂപ്പിറ്റർ എന്ന് പറയുന്ന പ്ലാനറ്റ് ഉണ്ട്, വ്യാഴം. ഇപ്പം നമ്മുടെ വ്യാഴം എന്ന് പറഞ്ഞാൽ ഗുരുവാണ്. നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു അഡ്വൈസ് എടുക്കുമ്പോൾ ആ വ്യക്തി നമുക്ക് ഗുരുവിന് സമമാണ്. ഗുരുവിന് ഗുരുദക്ഷിണ വെക്കുക എന്നുള്ള ഒരു സമ്പ്രദായം പണ്ട് തൊട്ടേ ഉള്ളതാണ്. അപ്പോൾ അത് ചെയ്യാണ്ട് ഗുരുവിൻ്റെ അടുത്തുനിന്ന് അഡ്വൈസ് വാങ്ങിയിട്ട് പോയാൽ എന്താണ്, നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങൾ സംഭവിക്കും. അതൊരു വിശ്വാസമാണ്, വിശ്വാസമുള്ളവരത് ചെയ്യുക. ഇനി ഫർദർ ഞാൻ ലൈവ് സെഷൻസ് ഒക്കെ വരുമ്പോൾ അറിയാവുന്നവരാണെങ്കിൽ ദക്ഷിണ വെക്കുക കേട്ടോ. ദക്ഷിണ എന്ന് വെച്ചാൽ ഇപ്പൊ എങ്ങനെയാ, എൻ്റെ അടുത്ത് വന്ന് ദക്ഷിണ വെക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഗൂഗിൾ പേ ചെയ്യുക എന്നുള്ളതാണ്, 40 or 50. അങ്ങനെ നിങ്ങൾക്ക് സാമ്പത്തികം ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ ഫീസ് ഒന്നും തരണമെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഫോഴ്സ് ചെയ്യുന്നില്ല. കാര്യം അല്ലാതെ പേഴ്സണൽ റീഡിങ്സ് എടുക്കുമ്പോൾ ഞാൻ ഫീസ് വാങ്ങിക്കും. ഒരാൾ ലൈവില് വന്നിട്ട് റീഡിങ് എടുത്തു, കണ്ടു, ആള് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചു, ഫ്രീ റീഡിങ് ഞാൻ പറഞ്ഞു ഫീസ് ഉണ്ടോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അപ്പൊ ലൈവിൽ വന്ന് എടുക്കുന്നതോ എന്ന് പറഞ്ഞു. ലൈവിൽ ഞാൻ പറയാതിരുന്നത് എൻ്റെ മിസ്റ്റേക്കാണ്, പറയാൻ പറ്റിയില്ല. എനിവേസ് ഇപ്പൊ ഞാൻ പറയുകയാണ്, ലൈവിലൊക്കെ എൻ്റെതൊന്നല്ല കേട്ടോ, ഏത് റീഡേഴ്സിന്റെ അടുത്തുനിന്നാണെങ്കിലും അവർക്ക് എന്തെങ്കിലും ചെറിയൊരു ദക്ഷിണ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ വെക്കുക കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ ടാരറ്റ് റീഡിങ്ങിന്റെ കുറച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മറ്റൊരു കാര്യം, മദ്യപിച്ചിട്ട് റീഡിങ്ങിന് പോകാതിരിക്കുക. മദ്യപിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി ഓക്കെ ആയിരിക്കില്ല. ആ ഒരു ബാലൻസ് ഇല്ലാത്ത എനർജിയുമായിട്ട് റീഡിങ്ങിന് പോയാൽ റീഡിങ്ങിൽ വരുന്ന റിസൾട്ട് കംപ്ലീറ്റ് എന്താണ്, കറക്റ്റ് ആയിട്ട് വരത്തില്ല, നെഗറ്റീവ് ആയിരിക്കും.
അപ്പോൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ റീഡിങ് ബുക്ക് ചെയ്തിട്ട് അറിയാതെ മദ്യപിച്ചു ഒരു പാർട്ടി ഉണ്ടായിരുന്നു, എന്തെങ്കിലും സംഭവിച്ചിട്ടൊക്കെ ഉണ്ട്, നിങ്ങൾ ഓക്കെ അല്ല, നിങ്ങൾക്കൊരു ആർഗ്യുമെന്റ് ഉണ്ടായി, നിങ്ങൾ ഓക്കെ അല്ല, നിങ്ങൾ റീഷെഡ്യൂൾ ചെയ്യുക. സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ പീരീഡ്സിന്റെ ക്രാംസ്, റീഷെഡ്യൂൾ കേട്ടോ. ഒന്ന് റീഷെഡ്യൂൾ ചെയ്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഞാൻ അങ്ങനെയല്ലേ ചെയ്യുന്നത്. എനിക്ക് റീഡിങ് എടുക്കാൻ വയ്യ, സ്പെൽസ് ചെയ്യാൻ വയ്യ, ഞാൻ പറയും, ഓപ്പൺ ആയിട്ട് പറയും. കാര്യം അവരുടെ എമൗണ്ട് എനർജി എല്ലാം വേസ്റ്റ് ആവുന്നുണ്ട്, എൻ്റെയും അതുപോലെ തന്നെയാണ്. എൻ്റെ എനർജി വീണ്ടും വീണ്ടും കുറവാകും. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, അതുപോലെ പറയുക. നമുക്ക് ഭൂമി ഇടിഞ്ഞു പോകുന്ന കേസ് കെട്ടൊന്നും അല്ലല്ലേ. ഒരു ബുക്കിംഗ് എടുത്തു, പറ്റിയില്ല, അത് ജെനുവിൻ ആണെങ്കിൽ അവരോട് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം മദ്യപിച്ചിട്ട് എടുക്കാണ്ടിരിക്കുക. പിന്നെ ഈ ഫുഡ് മാംസാഹാരം കഴിച്ചിട്ട് എടുക്കുന്നത് കൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മാംസാഹാരം കഴിച്ചിട്ട്, നോൺ വെജ് കഴിച്ചിട്ട് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ ചില ആൾക്കാർ 3-4 പേരൊക്കെ റീഡിങ്ങിന് വന്നിരിക്കും. മാക്സിമം എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ എടുക്കുവാണെങ്കിലും കുഴപ്പമില്ല, ഗ്രൂപ്പ് റീഡിങ്സ് ഒക്കെ. പക്ഷെ മാക്സിമം നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടാനും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള റീഡിങ്സ് കിട്ടാനും. പിന്നെ അടുത്തത്, കഴിഞ്ഞ ദിവസം ഒരു ബുക്കിംഗ് എനിക്ക് വന്നിരുന്നു. പുള്ളിയാണോ പുള്ളിക്കാരിയാണോ എന്ന് എനിക്കറിയില്ല. ഓൾറെഡി ഒരു സെഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് ബുക്ക് ചെയ്തിട്ട് എൻ്റെ അടുത്തുനിന്ന് റീഫണ്ട് വാങ്ങിയെന്ന് വെച്ചാൽ ഷെഡ്യൂൾ ചെയ്യാറായിരിക്കുകയായിരുന്നു. ആള് പറ്റില്ല, റീഡിങ് വേണ്ടാന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ മണി റീഫണ്ട് ചെയ്ത് തിരിച്ചു കൊടുത്തു. അതിനുശേഷം വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞ ദിവസം ബുക്കിംഗ് ഉണ്ടായി. ബുക്കിംഗ് ചെയ്തപ്പോൾ വോയിസ് റീഡിങ് മതി എന്ന് പറഞ്ഞു. വോയിസ് റീഡിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഫോട്ടോസ്, കാർഡ്സിന്റെ പിക്ചേഴ്സും വോയിസും വിത്ത് റെമഡീസും അയച്ചു കൊടുക്കാറാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പുള്ളിക്ക് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. പേഴ്സന്റെ പേര് പറയാൻ ഞാൻ ആരെയും ഇവിടെ ഷെയിം ചെയ്യുമൊന്നും അല്ല കേട്ടോ. ഞാൻ കാര്യങ്ങൾ പറയുകയാണ്, മറ്റുള്ളവർ ഇനി ഇത് റിപ്പീറ്റ് അടിക്കാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. പുള്ളിക്ക് ഡീറ്റെയിൽസ് ഒന്നും തരാനായിട്ട് പറ്റില്ല. സ്വന്തമായിട്ടും ഡീറ്റെയിൽസ് ഒന്നും തരാൻ വയ്യ, പേഴ്സന്റെയും ഡീറ്റെയിൽസ് തരാൻ വയ്യ, വോയിസ് റീഡിങ് മതി. ഇങ്ങനെയുള്ള കേസുകൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ അടുത്ത് റീഡിങ്ങിന് വരാണ്ടിരിക്കുക. കാര്യം ആക്യുറസി വിട്ടുള്ള ഒരു കളിയും എനിക്കില്ല. ഞാൻ പറയുന്ന റീഡിംഗ് എന്ന് പറയുന്നത് അത് ആക്യുറേറ്റ് ആയിരിക്കണം, പ്രോപ്പർ ആയിരിക്കണം എന്നുള്ള ഒരു ഇതെനിക്കുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് തെറ്റിപ്പോയാൽ എനിക്കാണ് അതിന്റെ ചീത്തപ്പേര് നാണക്കേടൊക്കെ. എനിക്ക് ഒരു സങ്കടമാണ്. എനിക്ക് ഈ കാർഡിലുള്ള ട്രസ്റ്റ് ഉണ്ടല്ലോ, അത് ഞാൻ വെച്ചിട്ടുണ്ട്. അത് പോവാൻ ഞാൻ സമ്മതിക്കില്ല. അത് പോവണ്ടെന്നുള്ളത് എൻ്റെ നിർബന്ധമാണ്. കാര്യം ഇതുവരെ തെറ്റിയിട്ടില്ല. അത് ആ ഒരു റെക്കോർഡ് അങ്ങനെ കീപ്പ് ചെയ്യണം എന്നൊക്കെയുള്ളത് അത് എൻ്റെ ഒരു സന്തോഷമാണ്. പിന്നെ ഇതിനുള്ള ട്രസ്റ്റ് കളയുന്ന ഒരു പരിപാടിക്ക് ഞാൻ നിൽക്കില്ല. അപ്പൊ ട്രസ്റ്റ് ഇല്ലാത്തവര്, മദ്യപിച്ചിട്ട് റീഡിങ്ങിന് വരുന്നിരിക്കുന്നവര്, എനർജി ഇല്ലാതെ ഇരിക്കുന്നവർ, അങ്ങനെയുള്ളവരൊന്നും റീഡിങ്ങിന് വരാണ്ടിരിക്കുക. ഡീറ്റെയിൽസ് തരാതെ, എന്നിലൊരു ട്രസ്റ്റ് ഇല്ല. എൻ്റെ അടുത്ത് ആ ട്രസ്റ്റ് ഇല്ലാതെ എൻ്റെ റീഡിങ് കേട്ടാൽ നിങ്ങൾക്ക് എങ്ങനെയാ കറക്റ്റ് റീഡിങ് വരിക? എനർജി പോലും കണക്ട് ആവത്തില്ല കേട്ടോ. അതുപോലെ ചിലർ പറയും ലൈക്കും കമന്റും കിട്ടാനാണ്. യൂട്യൂബ് വീഡിയോസ് റീഡിങ് കാണുന്ന ആൾക്കാർ, നിങ്ങൾ റീഡിങ് കാണുമ്പോൾ ഒരു ലൈക്കോ ഷെയർ ഒന്നും വേണമെന്നില്ല, എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഒരു ലൈക്കോ കമന്റോ താങ്ക് യു യൂണിവേഴ്സ് എന്തെങ്കിലും ഒന്ന് കമന്റ് ഇടുക കേട്ടോ. കാര്യം ആ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബന്ധം വേണ്ടേ, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ, നിർബന്ധമില്ല. പിന്നെ പല റീഡിങ്സ് കാണുന്ന ആൾക്കാർ, പല ചാനൽസ് ഉണ്ടല്ലേ. ഇന്നൊക്കെ ടാരറ്റ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഒത്തിരി എന്താ പറയാ, ചാനൽസ് ഇങ്ങനെ പുരപുരാന്ന് വരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ നിങ്ങൾ റീഡിംഗ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ എനർജി ആയിട്ട് കണക്ട് ചെയ്യുന്ന 2-3 റീഡേഴ്സിനെ പിക്ക് ചെയ്ത് അവരുടെ റീഡിങ് കേൾക്കുക. അല്ലാതെ കാണുന്ന എല്ലാ റീഡിങ്ങും എടുത്തു വെച്ച് കേൾക്കല്ലേ. അതുപോലെ തന്നെ വൈബ്രേഷൻ പോസിറ്റീവ് ആയിരിക്കണം. പോസിറ്റീവ് വൈബ്രേഷൻ ഉള്ള ആൾക്കാരുടെ അടുത്ത് റീഡിങ്ങിന് ഇരിക്കുക, അല്ലെങ്കിൽ റീഡിങ് കേൾക്കുക. നെഗറ്റീവ് വൈബ്രേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാണ് അവർ പറയുന്നത് നെഗറ്റീവാണ്, അല്ലെ നെഗറ്റീവ് വൈബ്രേഷൻ നിങ്ങൾക്ക് അടിക്കുന്നുണ്ട്, ഒരു നെഗറ്റിവിറ്റി തോന്നുന്നുണ്ട്, നോ, റീഡിങ് സ്ക്രോൾ ചെയ്യുക, കാണാതെ ഇരിക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ, അതിൽ വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്താൽ നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് സേഫായിട്ടും പ്രൊട്ടക്റ്റഡ് ആയിട്ടും വെക്കാനായിട്ട് സാധിക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം. കണ്ടിന്യൂസ് നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റെമഡി പറഞ്ഞു തരാം. സോൾട്ട് വാട്ടർ, ഉപ്പുവെള്ളം, അതായത് ഉപ്പ് കുറച്ചിട്ടിട്ട് ആ വെള്ളത്തിൽ കുളിക്കുക. തല നനച്ച് കുളിച്ചാൽ മുടി പോവും, പിന്നെ എന്നോടൊന്നും പറഞ്ഞേക്കല്ലേ. അങ്ങനെയല്ല, മേല് കഴുകുക കേട്ടോ. മേല് കഴുകിയിട്ട് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കയ്യോ കാലോ മാത്രം കഴുകിയിട്ട് തുടച്ച് കളയല്ല, ലെറ്റ് ഇറ്റ് ഡ്രൈ ബൈ ഇറ്റ് സെൽഫ് കേട്ടോ. അത് സ്വന്തമായിട്ട് തന്നെ ഉണങ്ങട്ടെ എന്ന് വിചാരിക്കുക. അങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞാൽ ഓക്കെ,
അതത്രയും മതി. അതൊരു ക്ലെൻസിങ് ആണ് കേട്ടോ. നിങ്ങൾക്ക് അഗർബത്തിയൊക്കെ, ചിലർക്ക് ഈ അഗർബത്തി ക്ലെൻസിങ്, അഗർബത്തി എന്ന് വെച്ചാൽ സാധനം അറിയാമല്ലോ, ചന്ദനത്തിരിയൊക്കെ ക്ലെൻസ് ചെയ്യുന്ന, അതിന്റെ മണമൊക്കെ അലർജി ഉള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇതൊരു ഓൾട്ടർനേറ്റീവ് ആണ്. നിങ്ങൾക്ക് ഡെയിലി ചെയ്യാം, ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ചെയ്യാം, വീക്ക്ലി ട്വൈസ് ഒക്കെ ചെയ്യാം. ഡെയിലി ചെയ്താൽ അത്രയും നല്ലത് കേട്ടോ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഫെർദർ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് മറ്റാർക്കെങ്കിലും ഒക്കെ റീഡിങ്സ് നിങ്ങൾ റെഫർ ചെയ്യുന്നവരൊക്കെ ഉണ്ട്, എനിക്കറിയാം. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങളൊന്ന് അയച്ചു കൊടുക്കാം. ഞാൻ വീണ്ടും വീണ്ടും പറയണ്ടെന്ന് കരുതിയിട്ടാ. എത്ര പേര് ഇത് കാണുന്നു അത്രയും സന്തോഷം. അത്രയും പേർക്ക് കാര്യങ്ങൾ അറിയാം അല്ലേ. ക്ഷമയുള്ളവർ മാത്രം ഓൾവേസ് വെൽക്കം. ക്ഷമയില്ലാത്തവർ കുറച്ച് ക്ഷമ അറിഞ്ഞു കഴിഞ്ഞ് വരിക കേട്ടോ. കാര്യം ഞാൻ തിരിച്ച് റിപ്ലൈ തരാൻ ഒരാളേ ഉള്ളൂ, അതുകൊണ്ടുള്ള ഇഷ്യൂ ആണ് കേട്ടോ. ഒരുപാട് എന്താ പറയാ, സ്റ്റാഫൊക്കെ ഉള്ള ആളൊന്നും അല്ല ഞാനെന്ന് വെച്ചാൽ. ഇതേന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആളും അല്ല. സാധാരണ എന്താണ്, റീഡിങ് കഴിഞ്ഞ് സ്വന്തം കാര്യം. ഞാൻ അങ്ങനെയല്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രീ ടൈമിലാണ് റീഡിങ്ങിന് ഇരിക്കുന്നത്. അല്ലാതെ ഇത് കഴിഞ്ഞിട്ടുള്ള ഫ്രീ ടൈമിലല്ല വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നത്. വീട്ടിലൊരു കുട്ടിയെ, ഞാനൊരു വീട്ടിലുള്ളൊരു സ്ത്രീയല്ലേ, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, എൻ്റെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, എൻ്റെ പഠിത്തം. ഞങ്ങൾക്ക് ടാരറ്റ് റീഡിങ് മാത്രമല്ല, റീഡിങ്ങിന്റെ ആൾക്കാർക്ക് വർക്ക്ഷോപ്സ് ഉണ്ടാവും, ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള മീറ്റിംഗ്സ് ഉണ്ടാവും. ഞാനിതൊന്നും പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ വേറെ ബാക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇമ്പ്രൂവ് ആകണം. ഞാൻ ഈ പറഞ്ഞ ടാരറ്റ് റീഡിങ് മാത്രമല്ല അല്ല, ഇതിലും കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, കുറെ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ സ്പെൽസ് ഒക്കെ ചെയ്യുന്ന പോലെ. അപ്പൊ ഒരുപാട് ബാക്ക് വർക്കും മീറ്റിംഗ്സ് ഒക്കെ നടക്കുന്നുണ്ടാവും. അപ്പൊ ഇതിന്റെയൊക്കെ ഇടയിലാണ് നിങ്ങളുടെ റീഡിങ് എടുക്കുന്നത്. റീഡിംഗ് എന്ന് പറഞ്ഞാലും എനർജി വലിയാണ്. പിന്നെ റീഡിംഗ് ഒക്കെ ഒരു സെഷൻസ് കുറച്ച് എടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ 2-3 ഡേയ്സ് കാണില്ല. കാര്യം എനർജി കാണത്തില്ല. അതുകൊണ്ട് 2-3 ഡേയ്സ് ഓഫ് ആയിരിക്കും. അത് കഴിഞ്ഞായിരിക്കും പിന്നെ ഒന്ന് സ്വിച്ച് ഓൺ ആവുന്നത്, അപ്പോഴായിരിക്കും വരുന്നത് കേട്ടോ. അപ്പൊ പറ്റുന്ന അത്രയും പേരൊന്നും മനസ്സിലാക്കുക. എല്ലാവരോടും സ്നേഹം. എല്ലാവരും ഒരുപോലെയാണ്, ഒരാളെയും വേർതിരിച്ച് കാണുന്നില്ല. എല്ലാവരോടും ഇഷ്ടമാണ്, എല്ലാവരോടും സ്നേഹമാണ്. ഹീലിംഗ് എനർജി നിങ്ങൾ പറയാറുണ്ടല്ലേ, ഹീലിംഗ് എനർജി കിട്ടുന്ന ഒരുപാട് സന്തോഷം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതിനും ഹീലിംഗ് എനർജി, എൻ്റെ ഹീലിംഗ് എനർജി നിങ്ങളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതിലും വലിയൊരു സന്തോഷം എനിക്ക് ഈ പാഷനോട് വേറൊന്നുമില്ല. ഒരുപാട് സ്നേഹം, സന്തോഷം. വീണ്ടും ചാനൽ കാണാം. ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ടാവും. മിക്കവരും നിങ്ങൾക്ക് ആവശ്യം എന്താണ്, റിലേഷൻഷിപ്പ് റീഡിങ്ങും ഒക്കെയാണല്ലേ. കരിയറും ഫിനാൻസും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതലും ആൾക്കാർക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആണെന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ ചിലർക്ക് സൂയിസൈഡിന്റെ അറ്റംപ്റ്റ്സ് ചെയ്യുന്നവർ, സെൽഫ് ഹാമിങ്. ഞാനും ഒരു സമയത്തൊക്കെ കിട്ടുന്നതൊക്കെ കൊണ്ട് കൈ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്ന ആളാണ്. അത്രയും നെഗറ്റിവിറ്റിയിലൂടെ അല്ലെ, അത്രയും ഡിപ്രഷനിലൂടെയൊക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഇപ്പോഴും കിട്ടുന്നുണ്ട്. നമ്മുടെ ലൈഫാണല്ലേ. ലൈഫ് എപ്പോഴും എങ്ങനെയാ, ശരി, പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. എല്ലാം ഒന്ന് ബാലൻസ് ആവണ്ടേ. പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും അല്ലേ. എല്ലാം ഒന്ന് ബാലൻസ് ആയിട്ട് മുന്നോട്ട് പോകും. അപ്പൊ അത് അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ലൈഫ് പൂർണ്ണമാകുന്നത്. എപ്പോഴും സന്തോഷിച്ചിരുന്നാൽ അഹങ്കാരിയായി മാറും. പക്ഷെ ഒത്തിരി സങ്കടങ്ങളും വേണ്ട അല്ലേ. നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിക്കുക, യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക, യൂണിവേഴ്സിൽ നിങ്ങൾ സറണ്ടർ ചെയ്യുക കേട്ടോ. ഇനി സ്പെൽസ് ചെയ്യുന്നവർക്ക് വേണ്ടി സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. കാര്യം സ്പെൽസ് ചെയ്യുമ്പോൾ ഞാൻ എല്ലാവർക്കും ഒരുപോലെയാണ് ചെയ്യുന്നത്. ചിലർക്ക് വർക്കാവുന്നില്ല, ചിലർക്ക് വർക്കാവുന്നു. എന്റെ കുറ്റമാണോ? അല്ല, ഞാൻ എല്ലാവർക്കും ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്താ വർക്കാവാത്തവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് വീഡിയോ ആയിട്ട് വരുന്നുണ്ടാവും. താങ്ക് യു സോ മച്ച്. ബൈ.